വിശുദ്ധീകരണത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഇടവകയും ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ വ്യക്തികളെയും സദാചാരനിഷ്ഠയിലും നീതിബോധത്തിലും വളർത്തുകയും അങ്ങയുടെ ദിവ്യപ്രകാശത്താൽ നയിക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ അന്നമ്മയുടെയും വിശുദ്ധ തോമസ് നിക്കാരുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളെ വിശ്വാസത്തിലും ഐക്യത്തിലും സേവനമനോഭാവത്തിലും അഭിവൃദ്ധിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ താൽക്കാലികതയും ലോകമഹിമകളുടെ അർത്ഥമില്ലായ്മയും മനസ്സിലാക്കിക്കൊണ്ട് സ്വകാര്യ ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ദൈവോന്മുഖരായി ജീവിച്ച വിശുദ്ധനെ പോലെ എല്ലായിടത്തും പരലോക ചിന്തയോടെ വ്യാപരിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളാഘോഷം ഞങ്ങളുടെ ഇടവകയുടെയും നാടിന്റെയും ആധ്യാത്മിക നവോത്ഥാനത്തിന് പ്രേരകമാകണമെന്നും ഭാവികളുടെ മാനസാന്തരത്തിനും തിരുസഭയുടെ അഭിവൃദ്ധിക്കും കാരണമാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഘോഷങ്ങൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും കമ്മിറ്റിക്കാരെയും കൈക്കാരന്മാരെയും ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഘോഷങ്ങളിൽ സംബന്ധിച്ച് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുന്ന എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവിന്റെ മഹത്വം വർദ്ധിപ്പിക്കുവാനായി ജെറുസലേം ദേവാലയത്തിലെ തിരുനാളിൽ പങ്കെടുക്കുകയും അവിടുത്തെ തിരുക്കർമ്മങ്ങളിൽ ആചാരവിധി പ്രകാരം സമർപ്പിക്കുകയും ചെയ്ത മിശിഹായി ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലെ ഈ തിരുനാളാഘോഷങ്ങളെ ആശീർവദിക്കണമേ. അനുതാപത്തിന്റെയും പ്രാർത്ഥനയുടെയും അച്ചടക്കത്തിന്റെയും ഭക്തിയുടെയും ചൈതന്യങ്ങൾ ഈ അവസരത്തെ ഫലസമ്പുഷ്ടമാക്കണമേ. ഈ തിരുനാൾ ആഘോഷിക്കുന്നതിന് സാമ്പത്തികമായും മറ്റും സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ളവരെയും ഇതിൽ സംബന്ധിക്കുന്ന കാർമ്മികർ, ശുശ്രൂഷകർ, തീർത്ഥാടകർ, സന്ദർശകർ തുടങ്ങിയ എല്ലാ വ്യക്തികളെയും ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നൽകി ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായിരിക്കും. പാപത്തിൻ കരകളിൽ നിന്നും
എന്നോട് ഈ മോചനമേകി. ദൈവവും